എന്റെ ദൈവമേ, വാട്ട് എ പെർഫോമൻസ് വൈഭവ് സൂര്യവംശി. വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള IPL വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ് വൈഭവ് സൂര്യവംശി. വാട്ട് എ പെർഫോമൻസ്. ഓ, രോമാഞ്ചം. മത്സരം കണ്ടപ്പോൾ അതും വളരെ എക്സ്പീരിയൻസ്, IPL തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളർമാർക്കെതിരെയാണ് ഒരു മികച്ച പെർഫോമൻസ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓ, ഇഷാന്ത് ശർമ്മ, അതുപോലെ മുഹമ്മദ് സിറാജ്, അതുപോലെ നമ്മുടെ റാഷിദ് ഖാന്, വാഷിംഗ്ടൺ സുന്ദർ, പ്രസിദ്ധ് കൃഷ്ണ, ഇവർക്കൊക്കെതിരെ എന്തുമാതിരി അടിയാണ് ആ പയ്യൻ അടിച്ചിട്ടുള്ളത്. വാട്ട് എ പെർഫോമൻസ്. രോമാഞ്ചം. അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് കണ്ടപ്പോൾ രോമാഞ്ചം. വെറും 14 വയസ്സ് മാത്രമുള്ള യങ്ങായിട്ടുള്ള ഒരു കളിക്കാരനാണ്. അതുപോലെ എന്താ പറയാ, രാജസ്ഥാൻ റോയൽസിന്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ രാഹുൽ ദ്രാവിഡിനെ വളരെയധികം അപ്രീഷിയേറ്റ്. ഈ കാര്യത്തിലൊക്കെ രാഹുൽ ദ്രാവിഡ് അടിപൊളിയാണ്. കാരണം വളരെ യങ്ങായിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ അങ്ങേരെ കഴിഞ്ഞിട്ടുള്ള വേറൊരു കോച്ചും. വാട്ട് എ പെർഫോമൻസ് വൈഭവ് സൂര്യവംശി. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞ കളി കണ്ടപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു, മത്സരങ്ങളെല്ലാം വളരെ ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ മത്സരം എൻ്റെ മോനെ ചെക്കൻ തകർത്ത്. ഇഷാന്ത് ശർമ്മക്ക് ഇഷാന്ത് ശർമ്മക്ക് ഒരു ഓവറിൽ പെട്ടി നിറച്ചു കൊടുത്തു. അതുപോലെ റാഷിദ് ഖാന്റെ അറ്റാക്ക്, അതും വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ബോളറായിട്ടുള്ള റാഷിദ് ഖാനൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട എന്ത് ധൈര്യമാണ്. സത്യം പറഞ്ഞാൽ വൈഭവ് സൂര്യവംശിന്റെ രക്ഷിതാക്കൾക്കാണ് ഇതിന്റെ എല്ലാ ഫുൾ ക്രെഡിറ്റും. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റ് കളിക്കാൻ പ്രൊമോട്ട് ചെയ്ത് ഇപ്പം IPL ഒരു വലിയ ഇതിലെത്തിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും വളരെ മികച്ച, അതും ഈ ഒരു ടൂർണമെന്റിൽ വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന GTക്കെതിരെയാണ് ഈ ഒരു പ്രകടനം എന്നുള്ളത് എടുത്തു പറയണത്. ചെക്കൻ ഒരു സെഞ്ചുറി നേടുക. ഏതായാലും ഭയങ്കര സന്തോഷം. ഏതായാലും വൈഭവ് സൂര്യവംശിയുടെ ഇന്നത്തെ ഇന്നിങ്സ് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.